ഇന്നെടുത്ത മലയാള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാൻ കഴിഞ്ഞു. ആദ്യ ചോദ്യം തന്നെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താനുള്ളതാണ്. കത്തിൻ്റെ മോഡലാണ് പാരഗ്രാഫ് തന്നത്. പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുനലൂരിലെ നാടൻ ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്കും തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ കുഞ്ഞാറ്റ. ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് പാരഗ്രാഫിൽ നിന്നും ഉത്തരം കണ്ടെത്താനാണ്. ക്ലബിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നാടകം, തിരുവാതിര, ഒപ്പന, നാടൻപാട്ട്. തിരുവാതിരയാണ് ഉത്തരം. മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉച്ചത്തിലുള്ള പാട്ട്, സംഘമായി പാടുന്ന പാട്ട്, മധുരം കഴിച്ചുകൊണ്ട് പാടുന്ന പാട്ട്, കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ആൻസർ കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. മുണ്ടും വേഷ്ടിയും എന്ന കത്തിൽ സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? തിരുവാതിര പാട്ട്, തിരുവാതിര ചുവട്, തിരുവാതിര വേഷം, തിരുവാതിര വിളക്ക്. ആൻസർ തിരുവാതിര വേഷം. തിരുവാതിരക്കളി കാണികൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? ഭംഗിയുള്ള വേഷം, ഇമ്പമാർന്ന പാട്ട്, കൂട്ടം ചേർന്ന കളി, ഇവയെല്ലാം. ഇത് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ചിലർ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എഴുതിയവരുണ്ട്. ഇവയെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്ലബിൻ്റെ വാർഷിക ആഘോഷത്തിന് ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്? നാടകത്തിൽ അഭിനയിക്കണം, മാർഗംകളിയിൽ ചേരണം, തിരുവാതിര കളിക്കണം, നാടൻപാട്ട് പാടണം. ആൻസർ തിരുവാതിര കളിക്കണം. നിയമാവലി തയ്യാറാക്കാനുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അവിടെ പഴമറിയൽ മത്സരത്തിന് നിയമാവലി ഓൾറെഡി തന്നിട്ടുണ്ട്. മുത്തുമലക്കാട്ടിലെ പഴമറിയൽ മത്സരത്തിന് നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കാനായിട്ടുള്ളതാണ് ചോദ്യം. കൂടുണ്ടാക്കൽ മത്സരത്തിന് നിയമാവലിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. 30 മിനിറ്റാണ് മത്സര സമയം. പക്ഷികൾ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാവൂ. മരത്തിൻ്റെ ചുള്ളികളും ചകിരിനാരും വെച്ചാണ് കൂട് നിർമ്മിക്കേണ്ടത്. കൂട് നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് നാരുകൾ ഉപയോഗിക്കാൻ പാടില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ മനോഹരമായ കൂട് നിർമ്മിക്കുന്ന ആളാണ് വിജയി. ഇപ്രകാരം ഏത് ഗെയിമിൻ്റെയും നിയമാവലി തയ്യാറാക്കാം. എല്ലാ നിലവാരത്തിലുള്ള കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. മൂന്നാമത്തെ ആക്ടിവിറ്റി ഡയറി എഴുതാനുള്ളതായിരുന്നു. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത്. മീനുവിൻ്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു. അവിടെ നീലുവും തന്നെയാണ് വേണ്ടത്. ചെറിയൊരു എററാണ്. പായസം രുചിച്ചവരെല്ലാം അവൾ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തൊക്കെയാവും നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഡയറി കുറിപ്പ് എഴുതൂ. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു ചോദ്യം. ഡയറി ആയതുകൊണ്ട് ഡേറ്റും ദിവസവും കൊടുത്തു. ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിൽ ഭക്ഷ്യമേള ആയിരുന്നു. എല്ലാ കുട്ടികളും പലതരം വിഭവങ്ങൾ കൊണ്ടുവന്നു. പല നിറത്തിലും രുചിയിലും ഗന്ധത്തിലുമുള്ള വിഭവങ്ങൾ. ഞാൻ പായസമാണ് കൊണ്ടുപോയത്. എല്ലാവർക്കും കൊടുത്തു. നല്ല രുചിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ സന്തോഷമായി. ഞങ്ങൾ കൊണ്ടുവന്ന വിഭവങ്ങൾ പങ്കിട്ട് കഴിച്ചു. രക്ഷിതാക്കളും വന്നായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. സർഗാത്മക ഡയറി എഴുതുന്നതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ഡയറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി തൈകൾക്കൊപ്പം വെക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ആ പേരുകൾ വായിച്ചു നോക്കിയിട്ട് അവയെ താഴെയുള്ള ബോർഡിൽ അക്ഷരമാല ക്രമത്തിൽ സെറ്റ് ചെയ്യാനായിരുന്നു ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ആദ്യം വരിക ക കൂട്ടിയുള്ള കുമ്പളമാണ്. അത് കഴിഞ്ഞിട്ട് ചീര, തക്കാളി, മത്തൻ, പിന്നെ വാ കൂട്ടി 2 അക്ഷരമുണ്ട്. അപ്പോൾ ചിഹ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ വഴുതനയാണ് ആദ്യം വരിക. അതിനുശേഷം ഏടെ ചിഹ്നം വരുന്ന വെണ്ട. ആ ആക്ടിവിറ്റിയുടെ സെക്കൻഡ് ഭാഗമാണ് കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാൻ. പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറിവച്ചാലോ വമ്പത്തി. ഓപ്ഷൻസ് ഉണ്ട്: മത്തൻ, വെണ്ട, കുമ്പളം, വഴുതന. ആൻസർ കുമ്പളമാണ്. കുമ്പളത്തിൻ്റെ പുറത്ത് ചാരം പോലെ ഉള്ളതുകൊണ്ടാണ് പൗഡർ ഇട്ടിരിക്കുക എന്ന് പറയുന്നത്. അടുത്തത് ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായിട്ട് വരുന്ന കടങ്കഥ എഴുതാനായിട്ടാണ്. അടിപ്പാറ, നടുവടി, മീതെ കുട. ചേന. കൂടുതൽ കുട്ടികൾ എഴുതിയത് കാള കിടക്കും കയറോടും മത്തങ്ങ എന്നുള്ളതായിരുന്നു. അഞ്ചാമത്തെ പ്രവർത്തനം കണ്ടെത്താം എഴുതാം. ഓണമെത്തി, വീടൊരുക്കണം, പൂക്കളം ഇടണം, സദ്യ ഉണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ? നീലു ചോദിച്ചു. ആയിക്കോട്ടെ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്.
അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു. അമ്മ പറഞ്ഞ പഴഞ്ചൊല്ല് ശ്രദ്ധിച്ചില്ലേ? അതിന്റെ ആശയമായി യോജിക്കുന്ന വാക്യം കണ്ടെത്താനാണ്. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഒത്തുചേർന്ന് ബഹളം വെക്കുക, ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാം, ചെറിയ അധ്വാനത്തിന് വിലയുണ്ട്, കാത്തിരുന്ന അവസരം ഒത്തുവരുമ്പോൾ തടസ്സമുണ്ടാകുക. അപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത്, അണ്ണാൻ ഒരു ചെറിയ ജീവിയാണ്, അത് അതിന് കഴിയുന്നത് പോലെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മീനിങ് വരുന്നത് കൊണ്ട് ഇവിടെ ചെറിയ അധ്വാനത്തിന് വിലയുണ്ട് എന്നാണ് വരുന്നത്. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതൂ. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ, അടിതെറ്റിയാൽ ആനയും വീഴും. പിന്നെ ഇതിന്റെ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ വന്ന അണ്ണാൻ കുഞ്ഞും തന്നാലായത് അതൊക്കെയും മൃഗങ്ങളെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലാണ്. അതിന്റെ അടുത്ത ഭാഗം അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു. അണ്ടർലൈൻ ചെയ്ത വാക്ക് പൊട്ടി എന്നതാണ്. അതുപയോഗിച്ച് വാക്യം ഒരെണ്ണം പുതിയതായിട്ട് എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ. പൊട്ടി എന്നുള്ളതാണ് പദക്കൂട്ട്. അതിന് പകരം മറ്റൊരെണ്ണം. വളർത്തുപൂച്ചയെ കാണാതായപ്പോൾ കുട്ടി പൊട്ടി കരഞ്ഞു. അടുത്തത് മാതാവ് എന്ന പദത്തിനു പകരം വരുന്ന മറ്റൊരു വാക്ക് ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് ഏതാണ്? അപ്പോൾ അമ്മ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 6ാമത്തെ ആക്ടിവിറ്റി ഭയങ്കര സിമ്പിളായിരുന്നു. മേലെ കുന്നിൻ താഴത്ത് നല്ലൊരു പുഞ്ചവയലുണ്ടേ, പുഞ്ചവയലിൻ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ടേ, കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ, കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ടേ, പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ടേ. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? അവിടെ മോഡലും തന്നിട്ടുണ്ട്, പുഞ്ചവയൽ. അതുപോലെ കവിതയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കതിര്, വർണ്ണക്കിളികൾ, കളകളമൊഴുകും പുഴ, പൊടിമീനുകൾ, ചെറുവീടുകൾ, പുഴയോരം, അങ്ങനെയുള്ള വാക്കുകൾ എടുത്തെഴുതാനായിട്ടാണ്. അതിനുശേഷം കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ചിത്രത്തിന് യോജിച്ച നിറങ്ങൾ നൽകൂ. അപ്പോൾ എല്ലാത്തരം നിലവാരക്കാരെയും പഠന നിലവാരക്കാരെയും പരിഗണിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ.